ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈസ്റ്റർ സ്പെഷ്യലായിട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയം ഇരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ രീതിയാണ്, പക്ഷേ ഇത് പെട്ടെന്ന് ഗസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നാരങ്ങ മുറിച്ച് ഉപ്പിട്ട് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് തന്നെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറുനാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും ചെറുനാരങ്ങ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് കടുകും ഉലുകിയൊന്ന് നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കാം കേട്ടോ. ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നമ്മുടെ അച്ചാറിന് സ്വാദ് കൂട്ടുക. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉലുവ നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ എടുത്ത് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത അച്ചാർ, അത് നാരങ്ങ പൊട്ടി വരുന്ന സമയം എന്നാണ് കണക്ക്. പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. പൊട്ടി അതിൻ്റെ വെള്ളം പുറത്ത് വന്നാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം സമയം കൊണ്ടാവേണ്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ച് മെല്ലെ ചെയ്താൽ മതി നമുക്ക്. ഇനിയിപ്പോൾ അതിനായിട്ടൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാറില്ല കേട്ടോ. ചെമ്മീൻ അച്ചാറൊക്കെ ആണെങ്കിൽ മാത്രമേ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മാങ്ങ അച്ചാർ പെട്ടെന്നുള്ള അതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. ബാക്കി എല്ലാ അച്ചാറും നല്ലെണ്ണയിലാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയൊക്കെ അധികം ഒഴിച്ചു കൂട്ടും. അല്ലെങ്കിൽ ഞാൻ എണ്ണയൊക്കെ കുറച്ച് കുറവാണ് ഉപയോഗിക്കാറ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മുരിയരുത്, വാടാനേ പാടുള്ളൂ. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി വേവ് അതിൽ കിടന്നാവും കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയാണ് നമ്മൾ ആദ്യം മൂപ്പിച്ചെടുക്കുന്നത്. മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കുറച്ച് ചേർത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ പണിക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് വരെ സൈഡിലാണ്. കായം ഉലുവപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതിന് വളരെയധികം രുചി കൂടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ, കടുക് പൊടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ മുമ്പ് പൊടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പൊടിച്ച് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചതാണ്. നന്നായിട്ടൊന്ന് നല്ലെണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ. ഗ്യാസ് കരിയാതെ നോക്കണം, കളറും മാറും, അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റും മാറും കേട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. നല്ലോണം ഒന്ന് എണ്ണ കിടന്ന് മൂക്കണം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം, അതായത് വിനീഗർ കേട്ടോ. വിനീഗർ നിങ്ങൾക്ക് എത്ര വേണോ, ഞാനൊരു ഇത്രയും ഉപയോഗിക്കാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം കുറച്ച് ടേസ്റ്റിന് ഒരു 2 കയ്യിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിൽ അതും കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം സൈഡിൽ തിളപ്പിച്ച് വയ്ക്കുക. അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് കുറച്ച് തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഡേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം സമയം കൊണ്ട് ഉപ്പ് പിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഡേറ്റ്സ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ചെറുനാരങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡേറ്റ്സിന് അത്ര മധുരം കിട്ടില്ല, കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഡേറ്റ്സിൻ്റെ ഇറങ്ങി വരാനായിട്ട് ഒരു ദിവസം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ കറി നോക്കുമ്പോൾ അത്ര മധുരം തോന്നിയില്ലെങ്കിലും ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മധുരം വരും കേട്ടോ. ഇനി നന്നായിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ കുറച്ച് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കും. ഉപ്പ് തീരെ ചെറുനാരങ്ങയിൽ ഇട്ടിട്ടില്ല. ഉപ്പിട്ട് വെച്ച് ചെറുനാരങ്ങയാണെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഇടണം. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈന്തപ്പഴം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ യോജിച്ച് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം തിളച്ച വെള്ളത്തിൽ വേണം കേട്ടോ ഇട്ട് വയ്ക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന സമയം വരെ, ഈ സമയത്ത് നമുക്ക് ഉപ്പ് പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറേ പഞ്ചസാര ചേർക്കേണ്ട, ഒരു ദിവസം ഇരിക്കുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പം നല്ലോണം ഒരു ജാറിലേക്കുള്ളത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭരണിയിലേക്കുള്ളത് കറക്റ്റ് അളവിന് കിട്ടും. ഇതെല്ലാം കുറുകി ഇതിലൊന്ന് പിടിക്കട്ടെ കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ തന്നെ നാരങ്ങയുടെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് വരണം. പിന്നെ ആദ്യം ചെറിയ നാരങ്ങയുടെ കയ്പ്പ് തോന്നും, പക്ഷെ ഒരു ദിവസം ഇരിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും കേട്ടോ. കയ്പ്പ് ഉണ്ടാവില്ല. നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ അത് പൊട്ടി വരാതെ നോക്കണം, അപ്പോഴാണ് കയ്ക്കുക. നല്ല സോഫ്റ്റ് ആവണ പാകമാകുമ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയം നമുക്കതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക് ജാറിലാണെങ്കിൽ
ഞാൻ ഈ പറയുന്നത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കുറച്ച് നല്ലെണ്ണ നമുക്ക് മുകളിൽ തിളച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് കേട് വരാതിരിക്കാനും അതുപോലെ തന്നെ എണ്ണ നമ്മുടെ അച്ചാറിൽ തെളിഞ്ഞ് നിൽക്കാനും നമുക്ക് കുറേ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഭരണിയിലാണ് ഇടാറ്. ചില്ല് പാത്രം എനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്, കയ്യിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ. പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് ഇടുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ഭരണിയിലാണ് ഇട്ട് വയ്ക്കുക. ഭരണിയിൽ ഇടുമ്പോൾ പ്രശ്നം വരുന്നില്ല. പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ ചൂടാറിന് ശേഷം ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പുകഞ്ഞ് വരണം, അതാണ് ഈ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണിയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ചൂടോടെ ഒഴിക്കാം. ഭരണിയല്ല, ഉടയണ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചൂടാറിയതിന് ശേഷം ഒഴിക്കണം. ഈ എണ്ണ നന്നായിട്ടൊന്ന് പുകഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ അച്ചാറൊക്കെ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഭരണി ഉപയോഗിക്കുക, അപ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച എണ്ണ ചൂടോടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ അങ്ങനെ കേട് വരില്ല, പെട്ടെന്ന് പൂപ്പലോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഇത് ഉപയോഗിക്കാം. കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്